നമസ്കാരം. നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു യുദ്ധക്കളം പോലെയാണ്. എപ്പോഴും എന്തെങ്കിലും നേടിയെടുക്കാനും മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താനുമുള്ള നെട്ടോട്ടം. എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു വലിയ കരുത്തുണ്ട്. അതാണ് സ്വീകാര്യതയുടെ കരുത്ത്. പ്രപഞ്ചം വലിയൊരു അമ്മയെ പോലെയാണ്. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ എങ്ങനെയാണോ പരിഗണിക്കുന്നത്, അതുപോലെ ലോകത്തെയും ജീവിതത്തിലെ സാഹചര്യങ്ങളെയും കാണാൻ സാധിച്ചാൽ നമ്മുടെ പകുതി സങ്കടങ്ങളും അവസാനിക്കും. ഭൂമിയെ ഒന്ന് നോക്കൂ. അതിനേക്കാൾ വലിയൊരു ആത്മീയ പാഠം നമുക്കിവിടെ കിട്ടും. നമ്മൾ ഭൂമിയിൽ കുഴികൾ ഉണ്ടാക്കുന്നു, മാലിന്യങ്ങൾ തള്ളുന്നു, വലിയ കെട്ടിടങ്ങൾ പണിയുന്നു. എന്നിട്ടും ഭൂമി പരാതി പറയുന്നില്ല. അത് നിശബ്ദമായി എല്ലാം സഹിക്കുന്നു, സ്വീകരിക്കുന്നു. ആ സ്വീകാര്യതയിൽ നിന്നാണ് ജീവൻ ഉത്ഭവിക്കുന്നത്. മണ്ണ് വിത്തിനെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ലോകത്ത് ഒരു മരവും ഉണ്ടാകില്ലായിരുന്നു. നമ്മുടെ മനസ്സും ഇതുപോലെ മണ്ണായി മാറണം. അഹങ്കാരത്തിന്റെ കല്ലുകൾ മാറ്റി മൃദുവായ മണ്ണായി മാറിയാൽ ആത്മീയതയുടെ വിത്തുകൾ അവിടെ മുളച്ചു തുടങ്ങും. ഒരിക്കൽ ഒരു വലിയ പണ്ഡിതൻ ഒരു സന്യാസിയെ കാണാൻ ചെന്നു. തനിക്ക് ഒരുപാട് അറിവുണ്ടെന്നും എന്നാൽ സമാധാനമില്ലെന്നും അദ്ദേഹം പരാതി പറഞ്ഞു. സന്യാസി പണ്ഡിതന് ചായ പകർന്നു നൽകാൻ തുടങ്ങി. പാനപാത്രം നിറഞ്ഞിട്ടും സന്യാസി ചായ ഒഴിച്ചുകൊണ്ടേയിരുന്നു. ചായ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയപ്പോൾ പണ്ഡിതൻ നിലവിളിച്ചു, "നിർത്തൂ, പാത്രം നിറഞ്ഞിരിക്കുന്നു, ഇനി ഇതിലൊന്നും കൊള്ളില്ല." സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഈ പാത്രം പോലെയാണ് നിങ്ങളുടെ മനസ്സും. മുൻവിധികളും അറിവും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു. കുറച്ചെങ്കിലും അത് ഒഴിഞ്ഞിരുന്നാലല്ലേ എനിക്ക് പുതിയ അറിവ് പകർന്നു തരാൻ കഴിയൂ." നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. എനിക്കെല്ലാം അറിയാം എന്ന ഭാവം നമ്മെ പുതിയ പാഠങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് തടയുന്നു. ഒഴിവുള്ള പാത്രത്തിലെ വെളിച്ചം നിറയുകയുള്ളൂ. നിശബ്ദമായ മനസ്സിലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ സ്വയം ഒഴിഞ്ഞുകൊടുക്കാൻ പഠിക്കണം. എപ്പോഴും സംസാരിക്കുന്നതിനേക്കാൾ പ്രധാനം കേൾക്കാൻ ശീലിക്കുന്നതാണ്. പ്രകൃതി നമുക്ക് 2 കാതുകളും 1 നാക്കും തന്നത് തന്നെ കൂടുതൽ കേൾക്കാനും കുറച്ച് സംസാരിക്കാനും വേണ്ടിയാണ്. വഴങ്ങിക്കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാറ്റടിക്കുമ്പോൾ വലിയ മരങ്ങൾ പലപ്പോഴും വേരോടെ പിഴുതെറിയപ്പെടും. കാരണം അവ വളയാൻ തയ്യാറല്ല. എന്നാൽ ചെറിയ പുല്ലുകൾ ആ കാറ്റിനൊപ്പം താഴേക്ക് വളയും. കാറ്റ് നിലയ്ക്കുമ്പോൾ അവ വീണ്ടും തലയുയർത്തി നിൽക്കും. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടേണ്ടത് വാശി കൊണ്ടല്ല, മറിച്ച് വിനയം കൊണ്ടാണ്. എളിമയുള്ളവനെ വീഴ്ത്താൻ ആർക്കും കഴിയില്ല. കാരണം അവൻ നേരത്തെ തന്നെ മണ്ണിലാണ് നിൽക്കുന്നത്. മറ്റൊരു കഥ പറയാം. പണ്ട് ഒരു രാജ്യത്ത് വലിയൊരു വരൾച്ചയുണ്ടായി. ഒരു ഗ്രാമത്തിലെ ആളുകൾ മഴയ്ക്കായി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഒരിടത്തൊത്തുകൂടി. എന്നാൽ ആ കൂട്ടത്തിൽ ഒരേയൊരു കൊച്ചുബാലൻ മാത്രമാണ് ഒരു കുടയുമായി വന്നത്. മറ്റുള്ളവർ പ്രാർത്ഥനയെ ഒരു ചടങ്ങായി കണ്ടപ്പോൾ ആ കുട്ടി മഴ പെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ആത്മീയത. പ്രപഞ്ചത്തോട് ചോദിക്കുമ്പോൾ അത് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ വിശ്വാസത്തിൽ ഒരു വലിയ ശാന്തതയുണ്ട്. ആ ശാന്തതയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എപ്പോഴും ഒരു നേതാവാകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നല്ലൊരു അനുയായി ആകുന്നത് അതിനേക്കാൾ വലിയ യോഗ്യതയാണ്. ഒരു നദിയെ നോക്കൂ. അത് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് വഴിയിൽ ആരും നയിച്ചിട്ടല്ല. നദിക്ക് സമുദ്രത്തോടുള്ള പ്രണയവും സമർപ്പണവുമാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തെയും ഈ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മനോഹരമായി ഈ പ്രപഞ്ചം നമ്മെ നയിക്കും. ഒരു തോട്ടക്കാരൻ വിത്തിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിത്തിട്ട ഉടനെ അദ്ദേഹം മണ്ണ് മാറ്റി നോക്കാറില്ല അത് മുളച്ചോ എന്ന്. അദ്ദേഹത്തിന് ഭൂമിയിൽ വിശ്വാസമുണ്ട്. അദ്ദേഹം നനയ്ക്കുന്നു, കാത്തുനിൽക്കുന്നു. ഈ കാത്തുനിൽപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തപസ്. നമ്മൾ വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഉടനെ നിരാശരാകുന്നത് ആത്മീയതയല്ല. എല്ലാം അതിന്റെ കൃത്യമായ സമയത്ത് സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തനിച്ചാണെന്ന് തോന്നും. എന്നാൽ ആകാശം ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്നത് പോലെ ഈ പ്രപഞ്ചം നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. രാത്രിയിലെ ഇരുട്ടിന് ശേഷമേ സൂര്യൻ ഉദിക്കൂ എന്ന് നമുക്കറിയാം. ആ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. കഷ്ടപ്പാടുകൾ വരുമ്പോൾ അത് നമ്മെ ശുദ്ധീകരിക്കാൻ വരുന്നതാണെന്ന് കരുതുക. സ്വർണം തീയിൽ ഉരുകുമ്പോഴാണ് അതിന്റെ മാറ്റ് കൂടുന്നത്. ശില്പിക്കല്ലിൽ ഉളികൊണ്ട് തട്ടുമ്പോഴാണ് അതിൽ നിന്ന് മനോഹരമായ വിഗ്രഹം ഉണ്ടാകുന്നത്. ഉളിയുടെ വേദന സഹിക്കാൻ കല്ല് തയ്യാറാകണം എന്ന് മാത്രം. ഇവിടെ ഒരു ഉപകഥ കൂടി ശ്രദ്ധിക്കൂ. ഒരിടത്ത് ഒരു ചിലന്തി വല നെയ്യുകയായിരുന്നു. കാറ്റടിക്കുമ്പോഴെല്ലാം ആ വല പൊട്ടിപ്പോയി. എന്നാൽ ചിലന്തി പിന്മാറിയില്ല. അത് വീണ്ടും വീണ്ടും വല നെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ മനോഹരമായ ഒരു വല അത് പൂർത്തിയാക്കി. നമ്മുടെ ശ്രമങ്ങളും ഇതുപോലെയാകണം. ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. ഫലം നൽകേണ്ടത് പ്രപഞ്ചമാണ്. നമ്മൾ വിതയ്ക്കുക, വിളവ് നൽകാൻ കാലം കാത്തിരിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ്. എന്നാൽ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ നമുക്ക് സമയമില്ല. ഒരു വിരൽ മറ്റൊരാൾക്ക് നേരെ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നമുക്ക് നേരെയാണ് ഇരിക്കുന്നത് എന്ന് മറക്കരുത്. മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കുക. അവരിലെ നന്മകളെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ലോകത്തിന് എന്തു നൽകുന്നു
അത് ഇരട്ടിയായി നമ്മിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ സ്നേഹം നൽകിയാൽ സ്നേഹം ലഭിക്കും, വിദ്വേഷം നൽകിയാൽ വിദ്വേഷം ലഭിക്കും. ഇത് പ്രകൃതിയുടെ ലളിതമായ നിയമമാണ്. ഒരിക്കൽ ഒരു ബുദ്ധശിഷ്യൻ ചോദിച്ചു, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ബുദ്ധൻ പറഞ്ഞു, നീ ഒരു തടാകം പോലെയാകുക. ആരെങ്കിലും അതിലേക്ക് കല്ലെറിഞ്ഞാൽ ആ കല്ല് തടാകത്തിന്റെ ആഴങ്ങളിലേക്ക് പോകും. തടാകത്തിന്റെ ഉപരിതലത്തിൽ അല്പം ഓളങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിന്റെ ആഴം എപ്പോഴും ശാന്തമായിരിക്കും. നമ്മുടെ മനസ്സിലും ഈ ആഴമുണ്ടാകണം. പുറമേയുള്ള സംഭവങ്ങൾ നമ്മെ അല്പം അസ്വസ്ഥരാക്കിയാലും നമ്മുടെ ഉള്ളിലെ ശാന്തത നശിക്കാൻ പാടില്ല. ആത്മീയത എന്നത് കാട്ടിൽ പോയി കണ്ണടച്ചിരിക്കലല്ല, മറിച്ച് കുടുംബത്തിനിടയിലും ജോലിസ്ഥലത്തും സമാധാനത്തോടെയും സ്നേഹത്തോടെയും ഇരിക്കാൻ കഴിയുന്നതാണ്. ഒരു പുഷ്പം വിരിയുന്നത് പോലെ സഹജമായിരിക്കണം നമ്മുടെ പെരുമാറ്റം. പൂവ് ആരോടും സുഗന്ധം പരത്താൻ പണം ചോദിക്കുന്നില്ല, അത് അതിന്റെ സ്വഭാവമാണ്. ഇതുപോലെ നന്മ ചെയ്യുക എന്നത് നമ്മുടെ സ്വഭാവമായി മാറണം. ജീവിതം ഒരു പുഴയാണെങ്കിൽ നമുക്ക് ആ ഒഴുക്കിനെ തടയാൻ കഴിയില്ല, എന്നാൽ ആ ഒഴുക്കിനൊപ്പം നീന്താൻ നമുക്ക് കഴിയും. ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് നമ്മൾ തളരുന്നത്. ഒഴുക്കിനൊപ്പം നീങ്ങുക എന്നാൽ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക എന്നാണ് അർത്ഥം. അത് തോറ്റുകൊടുക്കലല്ല, മറിച്ച് ജയിക്കാനുള്ള മറ്റൊരു വഴിയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ പൂർണ്ണമായും സന്നിഹിതനാകുക. ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കുക. ഒരാളോട് സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധിച്ചു കേൾക്കുക. ജോലി ചെയ്യുമ്പോൾ അത് ഭക്തിയോടെ ചെയ്യുക. ഇതാണ് യഥാർത്ഥ ധ്യാനം. വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള പേടിയും കഴിഞ്ഞുപോയ ഇന്നലെയെക്കുറിച്ചുള്ള സങ്കടവുമാണ് നമ്മുടെ സമാധാനം കളയുന്നത്. ഈ നിമിഷം മാത്രം സത്യം. ഈ നിമിഷത്തിൽ സന്തോഷമായിരിക്കാൻ ശീലിക്കുക. ഭൂമി നമുക്ക് തരുന്ന മറ്റൊരു വലിയ പാഠം ത്യാഗമാണ്. മരം അതിന്റെ പഴങ്ങൾ സ്വയം തിന്നുന്നില്ല, നദി അതിലെ വെള്ളം സ്വയം കുടിക്കുന്നില്ല, പൂക്കൾ അതിന്റെ സുഗന്ധം ആസ്വദിക്കുന്നില്ല. അവയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതാകുമ്പോഴാണ് അത് അർത്ഥപൂർണമാകുന്നത്. സഹായിക്കാൻ വലിയ സമ്പത്ത് വേണമെന്നില്ല, നല്ലൊരു വാക്ക് മതി, കരുണയുള്ള ഒരു നോട്ടം മതി. ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം നീങ്ങാൻ പഠിക്കുക. പകല് കഴിഞ്ഞ് രാത്രി വരുന്നു, വേനൽ കഴിഞ്ഞ് മഴ വരുന്നു. ഇതെല്ലാം ഒരു ക്രമത്തിലാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ആ ക്രമമുണ്ട്. അതുകൊണ്ട് ഒന്നിനും ധൃതി കാണിക്കരുത്. പ്രപഞ്ചത്തിന്റെ സമയം നിങ്ങളുടെ സമയത്തേക്കാൾ കൃത്യമാണ്. വിശ്വസിക്കുക, സ്വീകരിക്കുക, സ്നേഹിക്കുക. ഈ വലിയ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും ചെറിയ യാത്രക്കാരാണ്. വിനയത്തോടെ സ്നേഹത്തോടെ കൈകോർത്ത് മുന്നോട്ട് നീങ്ങാം. ഉള്ളിലെ വെളിച്ചം പുറത്തെ ഇരുട്ടിനെ മായ്ക്കട്ടെ. പ്രപഞ്ചം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സമാധാനപൂർണമായ ഒരു ജീവിതം നേരുന്നു. നന്ദി.